മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റും മനുഷ്യക്കടത്തും നടത്തിയ കേസിൽ നിർണായക കണ്ടെത്തലുമായി അന്വേഷണ സംഘം. യുവതികളെ ദുബായിലേക്ക് എത്തിച്ചതും റാക്കറ്റിനെ നിയന്ത്രിച്ചതും അറസ്റ്റിലായ ബിലാലാണ് എന്നാണ് കണ്ടെത്തൽ. ദുബായിൽ വെച്ച സിന്ധുവുമായി പരിചയത്തിലായതിനു പിന്നാലെ നിരവധി യുവതികളാണ് റാക്കറ്റിന്റെ ഇരകളായത്. കേസിലെ പ്രതി അലീന ഇടനിലക്കാരുമായി ഡീൽ ഉറപ്പിക്കുന്നതിന്റെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു. ദുബായിൽ ജോലി ചെയ്യുകയായിരുന്ന മാവേലിക്കര സ്വദേശി ബിലാൽ കേസിലെ മറ്റൊരു പ്രതിയായ സിന്ധുവുമായി പരിചയത്തിലായതിനു പിന്നാലെയാണ് സെക്സ് റാക്കറ്റ് ആരംഭിച്ചത്. റാക്കറ്റ് സജീവമായതോടെ ജോലി ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് മടങ്ങിയെത്തി. ഇതിനുശേഷം സിന്ധുവിന് നിർദ്ദേശം നൽകി വിസിറ്റിംഗ് വിസ തരപ്പെടുത്തിയാണ് നിരവധി യുവതികളെ ദുബായിലേക്ക് എത്തിച്ചത്. എത്ര യുവതികളെ ഇത്തരത്തിൽ കടത്തിയിട്ടുണ്ടെന്ന് വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. 14 വർഷമായി താൻ ദുബായിൽ ഇവന്റ് മാനേജ്മെന്റ് പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടെന്നാണ് സിന്ധുവിന്റെ മൊഴി. സെലിബ്രിറ്റികളെ പങ്കെടുപ്പിച്ചാണ് 1 വർഷം 3 ഷോ വരെ നടത്തിയത്. ഷോയിൽ പങ്കെടുത്ത താരങ്ങളുടെ മൊഴിയും വൈകാതെ പോലീസ് രേഖപ്പെടുത്തും. ഒരു ഡീലിൽ 50,000 മുതൽ 1 ലക്ഷം രൂപ വരെയാണ് റാക്കറ്റിന് ലഭിച്ചതെന്നും 2 പരാതി കൂടി വന്നിട്ടുണ്ടെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചു. നമുക്ക് അപ്രോക്സിമേറ്റ്ലി പറയാൻ പറ്റും, ബട്ട് ഏകദേശം 50,000 to 1 lakh ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. 2 പരാതികൾക്ക് പുറമെ കൂടുതൽ പരാതികൾ ഒന്ന് രണ്ട് വന്നിട്ടുണ്ട്, ബട്ട് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ട് വേറെ ഒരു മേജർ കാലായിട്ടൊന്നും വന്നു. അതിനിടെ കേസിലെ പ്രതിയായ അലീന ഇടനിലക്കാരുമായി തുക പറഞ്ഞുറപ്പിക്കുന്നതിന്റെ ശബ്ദ സന്ദേശവും പുറത്തു വന്നു. ഇപ്പം ചേച്ചിക്ക് 1000 കൊടുത്തിട്ട് 1 ഷോട്ടിന്റെ പൈസ വാങ്ങിയാൽ 10K, പിന്നെ 400 എക്സ്ട്രാ തന്നാലും 10K നൈറ്റിന്റെ പൈസ ആവണുള്ളൂ. അപ്പൊ അതിനേക്കാളും ഇത്ര നേരം ഇരുന്നുകൊണ്ട് ഫുൾ നൈറ്റിന്റെ പേയ്മെന്റ് പോലെയാണ് തന്ന 1200 തന്നു 1200 കൊടുക്കാം. കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് ഔറംഗസേബിന് സെക്സ് റാക്കറ്റുമായുള്ള ബന്ധത്തിലും അന്വേഷണം തുടരുകയാണ്. പ്രതി സിന്ധു ഔറംഗസേബിന്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചതിലാണ് അന്വേഷണം. റിപ്പോർട്ടർ, കൊച്ചി.